പിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, ഒരുപാട് പ്രാർത്ഥനകൾ ദൈവം കേട്ടതിൻ്റെയും ഒരുപാട് മനസ്സുകളിലെ ആഗ്രഹങ്ങൾ അത് പൂവിട്ടതിൻ്റെയും ഒക്കെ വലിയ ഒരു സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുന്ന അവസരമാണത്. തീർച്ചയായിട്ടും ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഇടവകയുടെ ഒരു വളർച്ചയുടെയും ആത്മീയമായിട്ടുള്ള ഒരു ഫലദായത്വത്തിന്റെയും ഒക്കെ വലിയൊരു അടയാളം തന്നെയാണ് ആ ഇടവകയിൽ വളർന്നു വരുന്ന ദൈവവിളികൾ. അത് വലിയ ജീവിതത്തിലേക്ക് എത്തി. ഇപ്പോൾ ഈ ഇടവകയുടെ 2 മക്കൾ അൾത്താരയുടെ ശുശ്രൂഷകരായി മാറിയിരിക്കുന്നു. അവര് കർത്താവിന്റെ പുരോഹിതരായി തീർന്നിരിക്കുന്നു എന്നുള്ളത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം അത് സന്തോഷകരമായിരിക്കും എന്ന് എനിക്കറിയാം. പരിശുദ്ധന്മാരായിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം. അതൊരു വലിയ ഒരു അനുഭവം തന്നെയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒരു വളരെ അടുത്ത സ്നേഹിതനെ പോലെ പ്രചോദനം കൊടുക്കുന്ന കൊച്ചനായിട്ട് യുവജനങ്ങൾക്ക് മാതൃകയാവുന്ന, അവർക്കെപ്പോഴും ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് ആയിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ അവർക്ക് മാതൃകയാവുന്ന, പ്രചോദനമാവുന്ന വ്യക്തിയായിട്ട് മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന, ബലം പകരുന്ന ഒരു വ്യക്തിയായിട്ട് ഒക്കെയാണ് ഒരു വൈദികന്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കൊച്ചനായിരിക്കുന്ന അവസരങ്ങളിൽ എല്ലായിടത്തും എത്താൻ പറ്റും. ഈ മേഖലകളിലെല്ലാം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയുടെ കാലഘട്ടമാണ് വൈദിക ജീവിതത്തിൽ. എത്ര വയസ്സ് വരെയാണെന്നോ അല്ലെങ്കിൽ എത്ര വർഷമാണെന്നോ എനിക്ക് അറിഞ്ഞുകൊണ്ട്, പക്ഷെ അങ്ങനെ ആയിരിക്കണം. ഇപ്പോഴും അങ്ങനെ ആയിരിക്കുന്നതിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വൈദിക ജീവിതത്തിൽ സന്തോഷമായി ഇരിക്കാൻ കഴിയുക. തീർച്ചയായിട്ടും അതിനൊക്കെ നമ്മൾക്ക് വൈദിക ജീവിതത്തിൽ ബലം തരുന്നത് പിതാവ് സൂചിപ്പിച്ചതുപോലെ ആത്മീയതയുടെ, ആരാധനയുടെ, പ്രാർത്ഥനയുടെ ഒക്കെ ബലമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് രാവിലെ പിതാവ് സൂചിപ്പിച്ചതുപോലെയാണ്. എല്ലാവർക്കും ചില കാര്യങ്ങൾ അതിൽ പിതാവ് സൂചിപ്പിക്കുകയാണ്. വൈദികനായിരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന്, ജനങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങളിൽ നിന്നാണ് എന്നുള്ള കാര്യം ജനങ്ങൾ മറക്കരുത്. ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം അച്ഛന്മാരും മറക്കരുത്. അല്ലേ? ദൈവമാണ് അവരെ വളർത്തിയിരിക്കുന്നത്, അവരെ വിളിച്ചിരിക്കുന്നത്, നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് ഓർക്കുകയും വേണം. അപ്പോൾ അതൊരു കൂട്ടുത്തരവാദിത്വത്തിന്റെ മേഖലയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദിക ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് ഒരു വലിയ, ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ ആഗ്രഹത്തിന്റെ, പ്രാർത്ഥനയുടെ ഒക്കെ പൂർണ്ണത അതിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയെന്ന് തോന്നിയിട്ട് ഇനിയിപ്പോ അതൊക്കെ അവരുടെ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇനിയും ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം അവരെ വീണ്ടും ആ ഒരു ജീവിതത്തിൽ പ്രചോദിപ്പിക്കുന്ന, അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു സ്നേഹത്തിന്റെ, പ്രാർത്ഥനയുടെ, ആത്മീയ ബലത്തിന്റെ ഒരു സാന്നിധ്യം അവർക്ക് നൽകിക്കൊണ്ടിരിക്കാൻ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഭദ്രാസന ഇടവകയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ചുമതലയുണ്ട്. അവരുടെ ദൈവജനത്തിന് എല്ലാവർക്കും അവരുടെ വൈദികരെ പറ്റിയുള്ള അത്തരമൊരു കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനം സൂചിപ്പിച്ചതുപോലെ ചിലപ്പോ ഈ വൈദിക ശുശ്രൂഷയുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും വളരെ സ്മൂത്ത് ആയിരിക്കും, സുഗമമായിരിക്കും എന്നെല്ലാം വിചാരിക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. എല്ലാ തരത്തിലുള്ള ജീവിതത്തിലെയും പ്രയാസങ്ങളും, പ്രതിസന്ധികളും, വെല്ലുവിളികളും ഒക്കെ പോലെ വൈദിക ജീവിതത്തിലും അതിൻ്റെതായ ശുശ്രൂഷയുടെ മേഖലകളിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ, പ്രയാസങ്ങൾ ഒക്കെ ഉയർന്ന് വരാവുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മളെ ബലപ്പെടുത്തുന്നത് എന്താണ്? നമ്മളെ പ്രധാനമായിട്ട് നമ്മളെ ബലപ്പെടുത്തുന്നത് നമ്മുടെ വിശ്വാസം നൽകുന്ന ബലം തന്നെയാണ്. ദുർബല ഹൃദയത്തെ പറ്റി എങ്ങനെയാണല്ലോ പറയുന്നത്? ദുർബല ഹൃദയം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഉദ്ദേശിക്കുന്നത് മനക്കട്ടിയില്ലാത്തവർ എന്നല്ല,
ദുർബല ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴാണ്? വിശ്വാസത്തിൽ കുറവ് വരുമ്പോഴാണ് ഹൃദയത്തിന്റെ ബലം കുറഞ്ഞു പോകുന്നത്. അപ്പോൾ മനക്കെട്ടികൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല പൗരോഹിക ജീവിതം. അത് നല്ല ഹൃദയത്തിന് നല്ല ബലം വേണം. ഹൃദയത്തിന് ബലം വേണമെങ്കിൽ നമ്മൾക്ക് വിശ്വാസത്തിന്റെ നല്ല നല്ല ഒരു ബലം വേണം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ സ്നേഹത്തിന്റെ ആ ഒരു അനുഭവമൊക്കെ കൊച്ചനായിട്ടിരിക്കുമ്പോൾ മാത്രം കൊണ്ട് തീർന്നു പോകാവുന്ന അല്ലെങ്കിൽ തീർന്നു പോകേണ്ട ഒരെണ്ണമല്ല. അത് എപ്പോഴും ജനത്തെ സ്നേഹിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ജനങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വേറെ കൊണ്ടൊക്കെ ചെയ്യും. ഇനി മുതലുള്ള എല്ലാവരുടെയും കുഴപ്പക്കാരൻ അച്ഛനാണെന്ന് പറയും ഇപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ. പക്ഷെ ആ സമയത്ത് നമ്മൾക്ക് ജനങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോകാതെ ഇരിക്കണമെങ്കിൽ ആ സ്നേഹം നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ ഒരു ദൈവസ്നേഹത്തിന് അടിസ്ഥാനമിട്ട ഒരു സ്നേഹം നമ്മൾക്ക് പങ്കുവയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ശുശ്രൂഷയിൽ നിരന്തരമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ മടുപ്പോ ഒക്കെ തോന്നിയാൽ അവിടെ നമ്മൾക്ക് അപ്പോഴൊക്കെ നമ്മൾക്ക് പ്രത്യാശ തരുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. ലോകത്തിന്റെ അന്ത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ഇന്നലെ കൊണ്ടോ മിനിയാന്ന് കൊണ്ടോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന 10 വർഷം കൊണ്ടോ ഒന്നും തീർന്നു പോകുന്ന കാര്യമല്ലാതെ അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ട് ഇരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഈ ശുശ്രൂഷയുടെ എല്ലാ മേഖലകളിലും അത് ഇടവകയിലാവട്ടെ, സ്ഥാപനങ്ങളിലാവട്ടെ, മിഷനിലാവട്ടെ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ ഒരു അനുഭവത്തിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഈ വൈദിക ജീവിതം സന്തോഷകരമാണെന്നാണ് എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്.